നമസ്കാരം. പലസ്തീൻ ജനതയ്ക്കെതിരെ ഗാസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വംശീയ കൂട്ടക്കുരുതിയിൽ മോദി ഭരണകൂടം നൽകുന്ന പിന്തുണ ലോകത്തിന് മുന്നിൽ തുറന്നുവെക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് പോകുകയായിരുന്ന കപ്പലിന് നങ്കൂരമിടാൻ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള സ്പെയിനിന്റെ തീരുമാനം വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. 26.8 ടൺ ആയുധങ്ങളുമായി ഇസ്രായേൽ ലക്ഷ്യമാക്കി നീങ്ങുന്ന മരിയന്ന ഡാനിക എന്ന ഡെൻമാർക്ക് പതാക വഹിക്കുന്ന കപ്പലിനാണ് കാർട്ടഗേന തുറമുഖത്ത് മെയ് 21-ന് നങ്കൂരമിടാൻ സ്പെയിൻ അനുവാദം നിഷേധിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങൾ ഇസ്രായേലി പട്ടാളത്തിന് വിൽക്കുമ്പോൾ ഒരു ജനതയെ മുഴുവൻ കൊല്ലാനുള്ള അവസരം കൂടിയാണ് മോദി ഭരണം അവിടെ ഒരുക്കി കൊടുക്കുന്നത്. ഇത്രയും ക്രൂരവും മാനുഷിക പരിഗണന ലെവലേശവുമില്ലാത്ത ഒരു സമീപനമാണ് ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് ലജ്ജാകരം തന്നെ. ആദ്യമായാണ് ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങളുമായി ഒരു കപ്പൽ ഇസ്രായേലിലേക്ക് പോകുന്നത് കാണുന്നതും അവരുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് യൂറോപ്യൻ രാഷ്ട്രമായ സ്പെയിൻ അനുമതി നിഷേധനം നൽകുന്നതും. ഹേഗിലെ അന്താരാഷ്ട്ര ന്യായക്കോടതിയിൽ റാഫേൽ ഇസ്രായേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സൈനിക നടപടികൾ ഉടൻ തന്നെ അവസാനിപ്പിച്ച് പിന്മാറണമെന്ന ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ദക്ഷിണാഫ്രിക്കയുടെ കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം അരങ്ങേറുന്നത്. സ്വന്തം ആവാസ സ്ഥാനങ്ങളിൽ നിന്നും ഒന്നിലധികം തവണ ആട്ടിപ്പായിക്കപ്പെട്ട 14 ലക്ഷത്തിലധികം പലസ്തീൻ അഭയാർത്ഥികളുടെ അവസാന അഭയസ്ഥാനമായ റാഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും പലസ്തീന് പൂർണ്ണ അംഗത്വം നൽകണമെന്നും UN ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ലോകത്തിൻ്റെ ഈ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞുള്ള ഇന്ത്യയുടെ ആയുധം കൊടുത്തുള്ള ഈ നടപടി. ശരിക്കും മോദി ഭരണം ആയുധം നൽകി റാഫയിലെ ജനങ്ങളെ കൊന്നൊടുക്കുവാൻ ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധത്തെയും വംശീയമായി നാമാവശേഷമാക്കുന്ന സമീപനങ്ങളെയും ഒക്കെ ശക്തമായി എതിർക്കുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് സ്പെയിൻ. ആ സ്പെയിൻ നഗരത്തിന്റെ തുറമുഖത്ത് തന്നെ കപ്പൽ നങ്കൂരമിട്ടതുകൊണ്ടാണ് മോദി ഭരണത്തിന്റെ മറ്റൊരു ക്രൂരമുഖവും കൂടി ഇപ്പോൾ പുറത്തായത്. പലസ്തീന് UN-ൽ അംഗത്വം നൽകുന്നത് സംബന്ധിച്ചുള്ള പ്രമേയത്തിന്റെ പ്രയോജകരിൽ സ്പെയിനും ഉൾപ്പെട്ടിട്ടുണ്ട്. സ്പെയിനിന്റെ നടപടി ലോകം അറിഞ്ഞതോടുകൂടി മോദി സർക്കാർ പലസ്തീൻ വിഷയത്തിൽ വെച്ച് പുലർത്തുന്ന ഇരട്ടത്താപ്പാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. ഇസ്രായേലിനൊപ്പം ഇന്ത്യയും വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് കൈയാളിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗാസയ്ക്ക് പിന്തുണ നൽകുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടു. ഒരു ഭൂപ്രദേശത്ത് ദശാബ്ദങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുക എന്നതാണ് ക്രൂരരായ ഇസ്രായേൽ സയനിസ്റ്റുകളുടെ ലക്ഷ്യം. ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഭൂരിപക്ഷ മതത്തിന് വിധേയരായി ന്യൂനപക്ഷങ്ങൾക്ക് രണ്ടാം തരം പൗരന്മാരായി ജീവിക്കേണ്ട അവസ്ഥ ഇപ്പോൾ തന്നെ പലയിടത്തും മുഴച്ചുപൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെതിരായ പ്രതിരോധ ശക്തി രാഷ്ട്രാതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അത് മാനവികതയെ തിരികെ കൊണ്ടുവരാൻ ലോകം മുഴുവനും ജനാധിപത്യ വിശ്വാസികൾ നടത്തുന്ന പ്രതിരോധ ശക്തിയുടെ സമഗ്രമായ അംശം കൂടിയാകണം.